Hi everyone, it's me Rahul. Welcome to Chat Talks. നമ്മുടെ ലാസ്റ്റ് ഫ്രൈഡേ ഒരു ഇവൻ്റേയും കൂടെ ആയിരുന്നു. നമുക്ക് ഒരു ഓസം മൊമെൻറ്റ് അറൗണ്ട് ഒരു 100 പോയിന്റ്സ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുവിധം എല്ലാവരും നല്ല പോയിന്റ്സ് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് T2 വരെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഐ തിങ്ക് എല്ലാവരും 30 40 പോയിന്റ്സ് 20 പോയിന്റ്സ് അങ്ങനെ അവരവരുടെ ഒരു കാലിബർ വെച്ചിട്ട് എല്ലാവരും ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ലോസിൽ പോയിട്ടില്ല. അവർ മാക്സിമം ആൾക്കാർ പ്രോഫിറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഐ എം വെരി ഹാപ്പി. കാരണം നമ്മൾ ഈ വീക്ക് മൺഡേ മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഡേ ആണല്ലേ ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു ലോസ് വന്നിട്ടില്ല. ദിസ് വീക്ക് നമ്മൾ ലോസ് പോയിട്ടേ ഇല്ല. നമ്മൾ ആകെ 3 ട്രേഡാണ് ചെയ്തിട്ടുള്ളത്. 5 ഡേയ്സിൽ ത്രീ ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു. നമുക്ക് 3 ദിവസം ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസം പ്രോഫിറ്റ് ആയിരുന്നു. 2 ദിവസം നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. നോ ട്രേഡിംഗ് ഡേ ആയിരുന്നു. അതാണ് നമ്മുടെ റൂളും. ഓക്കെ, നമുക്കൊരു ഗുഡ് എൻട്രി വന്നാൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല. സോ നമ്മുടെ മൂമെൻറ്റ്സ് ഒക്കെ സൂപ്പറായിരുന്നു. നമ്മുടെ ഇന്നത്തെ ക്യാച്ച് സൂപ്പറായിരുന്നു. RBIയുടെ ഒരു റേറ്റ് കട്ട് ഒരു ഇതുണ്ടായിരുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു 2600 മുകളിൽ വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2600 മുകളിൽ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ആൻ എൻട്രി. സോ അതിന് മുകളിൽ ക്ലോസ് ചെയ്തു, നമ്മൾ എൻട്രി എടുത്തു. 26,191 വരെ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ എക്സിറ്റ് പോയിന്റ്. നമ്മൾ പെർഫെക്റ്റ് എക്സിറ്റ് 143 ഫസ്റ്റ് എക്സിറ്റ് ആയിരുന്നു. അവിടുന്ന് കുറേ ആൾക്കാർ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് എക്സിറ്റ് 191 ആയിരുന്നു. കറക്റ്റ് അവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാർട്ടിൽ കാണിച്ചു തരാം എന്തായിരുന്നു നമ്മുടെ മൂവ്മെന്റ് എന്ന്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ടു ദ ചാർട്ട്. നമുക്ക് വീക്ക്ലി അനാലിസിസ് ചെയ്യാം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് മൺഡേയിലോട്ടുള്ള പ്ലാൻ നമുക്ക് ചെയ്യാം. പിന്നെ 1-2 സ്റ്റോക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മൺഡേയിലോട്ട് വേണ്ടിയിട്ട്. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ലാസ്റ്റ് വരെ വീഡിയോ കാണുക. ലേൺ ദ ട്രേഡിംഗ് ആൻഡ് ഏൺ മണി ഫ്രം ദ ട്രേഡിംഗ്. ഓക്കെ, താങ്ക് യു. കം. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ചാർട്ട് ഇതായിരുന്നു നമ്മുടെ എൻട്രി അല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2697 മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 26,143 സെക്കൻഡ് ടാർഗറ്റ് അറൗണ്ട് 26,191 ആയിരുന്നു. 196 വരെ പോയിട്ടുണ്ട്. ഓക്കെ, 196 ഈ ഒരു ഇതായിരുന്നു നമ്മുടെ എക്സിറ്റ് പോയിന്റ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നല്ലൊരു ഓസം ക്യാച്ച് തന്നെയായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഫസ്റ്റ് പോയി നമ്മുടെ ഫസ്റ്റ് എൻട്രിയിൽ കുറച്ച് ഒരു ഏകദേശം അരമണിക്കൂർ കൺസോൾട്ടേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓസം മൂവ്മെൻറ്റ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് വരെ 1 വേ മൂവ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും നല്ലോണം ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ആ മൂവ്മെൻറ്റ് സൂപ്പറായിരുന്നു. എൻ്റെ ഗ്രൂപ്പിൽ പുതിയതായിട്ട് കുറേ മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവരെല്ലാം ഈ ട്രേഡ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ അക്യുറസി എപ്പോഴും ഈ ഒരു ലെവലിലായിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നത്. സോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് ജോയിൻ വിത്ത് അവർ ഫാമിലി. ഓക്കെ, സോ നമുക്ക് വീക്കിലി അനാലിസിസ് ചെയ്തുകൊണ്ട് നമുക്ക് മൺഡേയിലോട്ടുള്ള പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നേരെ നമുക്ക് വീക്കിലിയിലോട്ട് പോകാം. ഓക്കെ, സോ നമ്മുടെ ചാർട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് വീക്കിലിയിൽ കാണുന്നുണ്ട്. സോ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൻ്റെ താഴെയാണ് ക്ലോസ് വന്നിട്ടുള്ളത്. അതായത് ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ ഇതാണല്ലോ. ലാസ്റ്റ് വീക്കിൻ്റെ താഴെയാണ് ക്ലോസ് വന്നിട്ടുള്ളത്. ബട്ട് ഓക്കെ, മാർക്കറ്റ് അത്യാവശ്യം ഈ വീക്ക് നല്ലോണം ഒരു പുഷ് ബാക്ക് ചെയ്തു. അതായത് ലോങ് വിക്കാണ് താഴെ കാണുന്നത്. ലോങ് വിക്ക് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് നിഫ്റ്റി പറഞ്ഞു തരുന്നുണ്ട്. അതായത് മാർക്കറ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ മുകളിലോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ വീക്കിൻ്റെ ലോ എന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതായത് ഈ വീക്കിൻ്റെ ലോ അതാണ്. ഇപ്പോൾ അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്തത് പ്രീവിയസ് വീക്കായിട്ട് മാറും. ഓക്കെ, ഈ വീക്കിൻ്റെ ഹൈയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ഇപ്പോൾ ഈ വീക്ക് ഇപ്പോൾ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഹൈക്ക് റെഡും ഈ ലോയ്ക്ക് നമുക്ക് ഗ്രീനും കൊടുക്കാം. എന്താണ് കൊടുക്കേണ്ടത്? ഈ ഹൈക്ക് റെഡും ഈ ലോയ്ക്ക് ഗ്രീനും, അതായത് സപ്ലൈ സോൺ ഡിമാൻഡ് സോണായിട്ട് നമ്മൾ തിരിച്ചു. ഓക്കെ, സോ ഇതിൻ്റെ താഴെ നമുക്ക് വീണ്ടും ലാസ്റ്റ് വീക്കുള്ള ഈ ഒരു സോണിൽ കിടന്ന് നിഫ്റ്റി മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വീക്കിൻ്റെ 2 വീക്കിൻ്റെ ഹൈ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ്. അതിൻ്റെ മുകളിൽ ആ നിഫ്റ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ സപ്പോർട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതും ഗ്രീനിൽ. സോ നമുക്ക് മൂന്ന് മൊമെൻറ്റ് നമുക്ക് കിട്ടി. 3 ലെവൽസ് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഹൈയും കൂടെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഈ വീക്കിൻ്റെ ഹൈയും കൂടെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്തേക്കാം. നമുക്ക് ഓൾവേസ് പ്രൈസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. സോ നമുക്ക് ഈ ഹൈയും കൂടെ നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാം. സോ നമുക്ക് 4 ലെവൽ
ഇത് പ്രൈസിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മളിതിന് റെഡ് കളർ കൊടുത്തു. ഓക്കെ, സോ വീക്കിലിയിൽ നമുക്ക് നാല് ലെവൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്നിട്ട് നമുക്ക് നേരെ ഡേയിലോട്ട് വരാം. ഓക്കെ, ഡേയിലോട്ട് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നിഫ്റ്റിനെ നോക്കാം. സോ ഡേയിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ലാസ്റ്റ് വീക്കിലൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ സ്റ്റിൽ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ കളഞ്ഞിട്ടില്ല. ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വീണ്ടും വരച്ച് വെച്ചു. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വീണ്ടും ഡെയിലി വരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ നമുക്ക് വരുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വെച്ചു. ഓക്കെ, സോ ഡെയിലിയിൽ ഞാൻ ലാസ്റ്റ് വീക്കിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഡേയ്സിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് നമ്മുടെ ഒരു ഡിമാൻഡ് സോണാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ വരുമ്പം ഒരു ഡിമാൻഡ് വരുന്നുണ്ട്, പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഡെയിലി ഇത്രയും വ്യൂ മതി. ഓക്കെ, ഡെയിലി നമുക്ക് അത്യാവശ്യം വ്യൂ ലെവൽസ് എല്ലാം നമുക്ക് ഡെയിലും കിട്ടിയിട്ടുണ്ട്, വീക്കിലിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഡേ ഹൈ ഇവിടെ തൊട്ട് മുകളിലുണ്ട്. സോ നമുക്ക് ഡേ ഹൈ ഇമ്പോർട്ടൻസ് ആണ്. ഡേ ഹൈ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, സോ നമുക്കിപ്പം ഒരുപാട് ലൈൻസ് ഒന്നും വരത്തില്ല. നമ്മൾ 15 മിനിറ്റ്സിലോട്ട് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, സോ 1 അവറിലോട്ട് നമ്മൾ മാർക്കറ്റിനെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, 1 അവറിലോട്ട് മാർക്ക് ചെയ്ത് വെച്ചപ്പം നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്, മാർക്കറ്റ് ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി താഴോട്ട് വന്നു, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അല്ലേ. അതാണ് നമുക്കിവിടെ കാണുന്നത്. സോ വേറെ നമുക്ക് 1 അവറിൽ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പം ഈ ഒരു ഏരിയ നമ്മൾ മൺഡേയിലെ നോ ട്രേഡിംഗ് സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, നോ ട്രേഡ് സോൺ. ഓക്കെ, സോറി, നോ ട്രേഡ് സോൺ. ഓക്കെ, ഈ ഏരിയ നമ്മൾ 1 ഡേയിൽ നമ്മൾ ഈ ഏരിയ നോ ട്രേഡ് സോൺ ആക്കി മാർക്ക് ചെയ്തു. ചെറിയ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഏരിയ ആണ്. ബട്ട് നമുക്ക് നോക്കാം അതിനുള്ളിലെ മൂവ്മെൻറ്റ്സ് ഒക്കെ മൺഡേ ലൈവ് മാർക്കറ്റിൽ നോക്കാം. നമ്മളിപ്പം ഈ മാർക്കറ്റിൽ, അതായത് ചാർട്ട് റീഡിങ്ങിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിടുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ആൻഡ് ഇതുവരെ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് ലൈവായിട്ട് ട്രേഡ്സ് തരും, നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് 15 മിനിറ്റ്സിലോട്ട് വരും. ഓക്കെ, 15 മിനിറ്റ്സ് ഇവിടെ എൻട്രി ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ വന്നു. എൻട്രി ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ വരുമ്പം നമ്മൾ മാർക്കറ്റിനെ കാണുന്നത്, മാർക്കറ്റ് ഇങ്ങനെ ഒരു സ്ലോപ്പ്, അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഹയർ ലോ ഉണ്ടാക്കിയാണ് മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ട്രെൻഡ് ലൈനും കൂടെ വരച്ച് വെക്കാം, ഒരു ചെറിയ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇതൊരു ഹൈ പ്രോബിലിറ്റി ട്രെൻഡ് ലൈൻ അല്ല, ബട്ട് ഈ ട്രെൻഡ് ലൈൻ ഓക്കെയാണ്. ഓക്കെ, സോ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ കൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് മൺഡേ നമ്മുടെ വ്യൂ സിമ്പിളാണ്. നമ്മുടെ മാർക്കറ്റ് 26,203 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, 26,203 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ബൈ ട്രേഡിലോട്ട് പോകും. ഓക്കെ, ഒരു ബൈ ട്രേഡിലോട്ട് പോകും, ഒരു കോൾ എൻട്രി എടുക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 26,246 ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ ഇവിടെ ഒരു ഹൈ ഇവിടെ ഉണ്ട്, ഈ ഒരു ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് 26,273. തേർഡ് ടാർഗറ്റ് അതിൻ്റെ മുകളിലുള്ള 26,311. ഒരുപാട് ലൈൻസ് ആക്കുന്നില്ല, അതാണ് നമ്മുടെ ടാർഗറ്റ്സ്. മുകളിലോട്ടുള്ള നമ്മുടെ റെസിസ്റ്റൻസ് ഇതാണ്. 26,203 മാർക്കറ്റ് ബ്രേക്ക് തിരികെയാണ്. 26,246, 26,246, 26,273 ആയിരിക്കും നമ്മുടെ മുകളിലോട്ടുള്ള എൻട്രീസ്. അതെല്ലാം മാർക്കറ്റ് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് തിരികെയാണെങ്കിൽ നമ്മൾ ചാടി കയറി നേരെ ഒരു സെൽ ട്രേഡിലോട്ട് എന്തായാലും നമ്മൾ പോകത്തില്ല. ബട്ട് അവിടുത്തെ പ്രൈസ് ആക്ഷൻ കണ്ട് മാർക്കറ്റ് ഒരു ഷാർപ്പ് ഫോളിലോട്ടൊക്കെ വീഴുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരു സെൽ ട്രേഡിലോട്ട് നമ്മൾ പോകും. പക്ഷേ നമ്മുടെ ഓൾ ഓവർ നമ്മുടെ വ്യൂ എന്താണ്, നമ്മുടെ ഓൾ ഓവർ വ്യൂ ബുള്ളിഷാണ്. കാരണം എന്താണ്, മന്ത്ലി നിഫ്റ്റി ബുള്ളിഷാണ്, വീക്ക്ലി നിഫ്റ്റി ബുള്ളിഷാണ്, ഡെയിലി നിഫ്റ്റി ബുള്ളിഷാണ്. സോ ഒബ്വിയസ്ലി നിഫ്റ്റി ബുള്ളിഷ് ആയിട്ടാണ് ഞാൻ എൻ്റെ ചാർട്ട് റീഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. മാർക്ക് അവർ ലെവൽസ്. 26,203 ഈസ് അവർ എൻട്രി പോയിൻറ്റ്. 26,102 ബിലോ ആണ് നമ്മൾ ഒരു സെൽ ട്രേഡിലോട്ട് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ട്രേഡ് ഈ ഏരിയയിലൊക്കെ കാണുകയാണെങ്കിൽ നമ്മളൊരു ബൈ ട്രേഡ് മാത്രമേ നമ്മൾ ബൈ ഓൺ ദ ഡിപ്പ് സ്ട്രാറ്റജി ഉപയോഗിക്കുക. നമ്മുടെ ഒരു ബയാസ് ബുള്ളിഷ് ആയിരിക്കും. ഓക്കെ, സോ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ.
ഒരു കാര്യം പറയാൻ മറന്നു, സോറി. നമ്മൾ രണ്ട് സ്റ്റോക്ക് പറഞ്ഞ് പരിചയമില്ലാത്തതുകൊണ്ടാണ് മറന്നു പോകുന്നത്, സോറി. 2 സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി, സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ആക്സിസ് ബാങ്ക് ആണ് ഒന്ന്. ആക്സിസ് ബാങ്ക് നമ്മുടെ എൻട്രി വരുന്നത് 1284 ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു എൻട്രി വരും ആക്സിസ് ബാങ്കിന്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 1289 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് 1292. ഇത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, ഞാൻ കറക്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ്. എൻട്രി പറഞ്ഞെങ്കിൽ 1284 മുകളിൽ ഒരു വോളിയം ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി വരാം. ഇതൊരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനിലാണ് വരുന്നത്. സോ ഈ മൊമെൻറ്റം മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആക്സിസ് ബാങ്കിൽ. ഓക്കെ, മറ്റൊരു സ്റ്റോക്ക് ഗ്ലെൻമാർക്ക് ഫാർമയാണ്. ഗ്ലെൻമാർക്ക് ഫാർമ എൻട്രി വരുന്നത് 1968 മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ ഇത് സ്വിംഗ് ട്രേഡിന് വേണ്ടിയുള്ള എൻട്രിയാണ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ളത് 2061 അവർ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഹൈ ആയിട്ടുള്ള 2128. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഗ്ലെൻമാർക്ക് ഫാർമയിലെ. അതായത് ആക്സിസ് ബാങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 1289 1292 ഗ്ലെൻമാർക്ക് ഫാർമയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയി നോക്കുക. ഇത് രണ്ട് സ്റ്റോക്കാണ് നമ്മൾ മൺഡേയിലോട്ട് നമ്മൾ സ്റ്റോക്ക് എൻട്രിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്കി നിഫ്റ്റിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ലെവൽസ് എല്ലാം. സോ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ടയർഡാണ്, സോറി. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.